ഹായ് ഹലോ വെൽക്കം ടു അസ്ലം സ്റ്റോക്സ്. +1 അക്കൗണ്ടൻസിയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്തിരുന്നത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അഥവാ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ഫോഴ്സ് ചെയ്ത് പഠിക്കേണ്ടതെന്നാണ്. ഒന്നാമത് നമുക്കൊരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അക്കൗണ്ട് ഇക്വേഷൻ എന്നതാ അക്കൗണ്ടിങ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ആ ഭാഗം പഠിക്കണം. അക്കൗണ്ട് ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, ആ ഭാഗം പഠിക്കുക. അക്കൗണ്ട് ഇക്വേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ജേണലിന് രണ്ട് രീതി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ജേണൽ ചോദിക്കാം, ജേണലൈസ് ചെയ്യാൻ പറയാം, അഥവാ ജേണൽ ഉണ്ടാക്കാൻ പറയാം. അല്ലെങ്കിൽ കുറച്ച് ജേണൽ എൻട്രി തന്നിട്ട് അതിൻ്റെ നരേഷൻസ് തന്നിട്ട് ജേണൽ ഉണ്ടാക്കാൻ പറയാം. നരേഷൻ തന്നിട്ട് അതിൻ്റെ എൻട്രീസ് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. ആ രീതിയിൽ ചോദിക്കാം. അതുകൊണ്ട് ജേണൽ ഒരു പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലോണം പഠിക്കാം. അതേപോലെ തന്നെ പിന്നെ വരുന്നത് സ്പെഷ്യൽ ജേണലുമായി ബന്ധപ്പെട്ട ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ കോളം, ഡബിൾ കോളം, അതേപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്ക്. അതിൽ ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒക്കെ ചോദിച്ച് കണ്ടു വരാറുള്ളതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതേപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം നിങ്ങൾ പഠിക്കുക. അതേപോലെ പിന്നെ വരുന്നത് സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് ബുക്ക് എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. നിങ്ങൾക്കറിയാം ക്യാഷ് ബുക്ക് കഴിഞ്ഞാൽ വരുന്നതാണ് സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിന് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. പർച്ചേസ് ബുക്ക് കടത്തിന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാണ്. സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ ഇത് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ബുക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സെയിൽസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പിന്നെ പർച്ചേസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് ലേ ബുക്കിൻ്റെ വേറെ പേരാണ് സെയിൽസ് ബുക്ക് എന്ന് ചോദിക്കുക കേട്ടോ. രണ്ടും ബോത്ത് ആർ സെയിം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് ആണ്. നിങ്ങളോട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ ചോദിക്കാറുണ്ട്. ട്രയൽ ബാലൻസ് നല്ലോണം പഠിച്ചു വെക്കണം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ ചോദിക്കും. ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് അറിയാം, രണ്ട് ഭാഗം ഈക്വൽ ആവുന്ന രീതിയിലേക്ക് ഒരു ട്രയൽ ബാലൻസ് നിങ്ങളോട് ചോദിക്കാം. അതേപോലെ തന്നെ പിന്നെ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ രണ്ട് മെത്തേഡ്, ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, അതേപോലെ തന്നെ WDV അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഡിപ്രീസിയേഷൻ പഠിക്കുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ്റെ വേർഡ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. അഥവാ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും രണ്ടും ഒന്നാണ്. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ, അഥവാ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് ചോദിച്ചാലും സ്ട്രൈറ്റ് ലൈൻ ചോദിച്ചാലും രണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് അതൊന്ന് ചോദിക്കാവുന്ന ചില തിയറീസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറീസ് ആണ്. അമോർട്ടൈസേഷൻ എന്താ, അതേപോലെ ഡിപ്ലഷൻ എന്താ, അതേപോലെ തന്നെ ഫ്ലക്ച്വേഷൻ എന്താ, അത് ഇത്തരം ഭാഗങ്ങൾ ചോദിക്കും. ഡിപ്രിസിയേഷൻ നീഡ്സ്, ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കും. പ്രോബ്ലം ഭാഗത്തുനിന്ന് ഡിപ്രിസിയേഷൻ്റെ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ്, അതേപോലെ തന്നെ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, ഒരു പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ പിന്നെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലൊരു ക്വസ്റ്റ്യൻ BRS നല്ലോണം പഠിച്ചു വെക്കണം. BRS മൂന്ന് രീതി ചോദിക്കാം. ആസ് പെർ ദി ക്യാഷ് ബുക്ക്, ആസ് പെർ ദി പാസ് ബുക്ക്, അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഒന്ന് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ മൂന്ന് രീതിയിലും BRS പഠിച്ചു വെക്കണം. ഒന്ന് ആസ് പെർ ദി ബാങ്ക് ബാലൻസ്, ആസ് പെർ ക്യാഷ് ബുക്ക്, അതൊരു ടൈപ്പാണ്. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ് ബുക്ക്, അത് വേറെ ടൈപ്പാണ്. അതേപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം പഠിക്കുക, വളരെ സിമ്പിളായിട്ട് അത് പഠിച്ചെടുക്കുക. അതേപോലെ തന്നെ BRS ഇനി തിയറി ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ കോസസ് ആൻഡ് ഡിഫറൻസ് ഓഫ് BRS എന്താ എന്നും BRS ഉണ്ടാക്കാനുള്ള 8 കാരണങ്ങളുണ്ട്. ആ 8 കാരണങ്ങൾ നല്ലോണം പഠിച്ചു വെക്കുക. അത് ചിലപ്പോൾ തിയറി എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കാരണങ്ങൾ 3 or 2 ഒക്കെ ആയിട്ട് ഷോർട്ട് എസ്സേക്കും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഫൈനൽ അക്കൗണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ മാത്രം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് ഔട്ട് ദി ഗ്രോസ് പ്രോഫിറ്റ്. അതേപോലെ തന്നെ പിന്നെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലൊരു സംഭവമാണ്, നിങ്ങൾക്കറിയാം, നെറ്റ് പ്രോഫിറ്റ്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. 3 പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞു നോക്ക്. ഗ്രോസ് പ്രോഫിറ്റ് മാത്രം ചോദിക്കാം, അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ചോദിക്കാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചോദിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയാറുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് എസ്സേക്കാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അതേപോലെ തന്നെ പിന്നെ ഷോർട്ടായിട്ട് ചോദിക്കാവുന്നത് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി.
അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എപ്പോഴും ചോദിക്കാവുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വരുന്ന ജേണൽ എൻട്രീസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ തിയറി ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രോബ്ലം ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഒരു ഏകദേശം പ്രോബ്ലത്തിൽ നിന്ന് ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. തിയറിന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് യു ബൈ അക്കൗണ്ടിങ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ തിയറിന്ന് ചോദിക്കാവുന്ന വേറെ സംഭവം ഡിപ്രീസിയേഷൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ. ഡിപ്രീസിയേഷൻ്റെ നീഡ്സ്, അതേപോലെ തന്നെ BRSൻ്റെ കോസ് ആൻഡ് ഡിഫറൻസ്, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അഥവാ ഓരോ മെത്തേഡ്, കൺവേർഷൻ മെത്തേഡ്, അതേപോലെ തന്നെ മെയിൻ്റെനൻസ് മെത്തേഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ബൈ മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ഭാഗങ്ങളാണ് പൊതുവെ നാളെ അക്കൗണ്ടൻസിക്ക് മാക്സിമം ചോദിക്കാവുന്ന ഭാഗങ്ങൾ. അഥവാ ഒരുപാട് പഠിക്കാനുണ്ടോ വെച്ചുണ്ട്, ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ ടിക്ക് ചെയ്ത് ആ ഭാഗം പഠിച്ചെടുക്കുക. അപ്പോൾ ട്രയൽ ബാലൻസ് എന്നും അതേപോലെ തന്നെ ക്യാഷ് ബുക്ക് എന്നും അക്കൗണ്ട് ഇക്വേഷൻ എന്നും അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ എല്ലാ കൊല്ലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നാളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് വളരെ വളരെ ഒരു 99% വളരെ കൂടുതലാണ്. നിങ്ങളത് പഠിച്ചെടുക്കുക. ഇനി ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് നിങ്ങൾക്കിപ്പോൾ ഓരോ വീഡിയോസായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്തരം ഭാഗങ്ങളാണ് എക്സാമിന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഭാഗത്തു നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരിക. ഈ ഭാഗം കവർ ചെയ്ത് പഠിക്കുക. പിന്നെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് മറ്റുള്ള വീഡിയോസൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇത്തരം ഭാഗങ്ങൾ നല്ലോണം പഠിക്കുക. ഓരോ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാം. ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.